ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ സെൻസറി ഓവർലോഡോ അല്ലെങ്കിൽ സെൻസറി ഡിസിൻറ്റിഗ്രേഷനോ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിനകത്ത് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട 5 സെൻസറി ഓർഗൻസ് ഉണ്ട്. ആ സെൻസറി ഓർഗൻസിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സെൻസറി ഇൻപുട്ട് അത് കൂടുതൽ ക്രൗഡഡ് ആവുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അവർക്കത് നമ്മൾ സാധാരണ ആൾക്കാർ അത് മോഡുലേറ്റ് ചെയ്യും, റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പിന്നിൻ്റെ വീഴ്ച പോലും ചിലപ്പം അവർ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കാം ആ സൗണ്ടിനോട്. അപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ മോഡുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനുമാണ്. ആ ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് ഇവർ പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കും. ശരിക്കും അത് ബിഹേവിയറൽ ഇഷ്യൂ അല്ല, ആ പറയുന്ന സെൻസറി ഇൻപുട്ടിനോടുള്ള അവരുടെ റിയാക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒരു എൻവയൺമെൻറ്റ് മോഡിഫിക്കേഷനും കൺട്രോളും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ മോഡുലേഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കാലക്രമേണ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഈ കുട്ടിയുടെ ഈ സെൻസറി ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ബ്രെയിനിനകത്തുള്ള ഒരു ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ അവർക്ക് പലതിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല.